അലൈഹി നബിയുടെ മേൽ ഉണ്ടാവട്ടെ സ്വലാത്തുള്ളാഹി തുമ്മ സലാമു ബിഹാ ആ സ്വലാത്ത് കൊണ്ട് ഇൻ ഹസമൽ അദാ ഏത് ശത്രുവും പിന്തിരിഞ്ഞോടും സ്വലാത്ത് ചെല്ലേണ്ട വിധത്തിൽ സ്വലാത്ത് ചെല്ലിയാൽ ഏത് ശത്രുവും പിന്തിരിഞ്ഞോടും വമൻ ഒരാളും പിന്തിരിഞ്ഞോടും സാ നിനക്കെതിരെ ചീത്ത ചെയ്തവൻ വബാറസ നിന്നോട് എതിരിടാൻ വന്നവനും സാ സാ സാന്ന് മാത്രമാക്കിയതാണ് കവിത ആയതുകൊണ്ട് വാവ് ബാറസയിലേക്കാണ് അമീൻ സാ അവിടെ സാന്നാക്കി അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു ബിഹൻ ഹസമൽ അഅദാ വമൻ സാ വബാറസ ബിഹാ ആ സ്വലാത്ത് കൊണ്ട് ഇൻ ഹസമൽ അഅദാ ഏത് ശത്രുവും പിന്തിരിഞ്ഞോടേണ്ടി വരും വമൻ ഒരാളും പിന്തിരിഞ്ഞോടേണ്ടി വരും സാ എനിക്കെതിരെ ചീത്ത ചെയ്തവനും വബാറസ എന്നോട് എതിരിടാൻ വന്നവനുമെല്ലാം പിന്തിരിഞ്ഞോടേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. സ്വാനാ ഇലാഹിൻ ഇലാഹി നഫ്സി അദ്ദഹ്റ ലാ ഉറാ അമീലു ഇലാ മാ അലൈസ ഫി ശർഇ ജായിസാ ബിഉംനി റസൂലില്ലാഹി ഹിബ്ബി വമുർശിദി ബിസർദി ലഹുൽ അംദാഹ ഖദ് സിർതു ഫായിസാ. ബിഉംനി റസൂലില്ലാഹ് റസൂലുള്ളാഹിന്റെ ബർക്കത്ത് കൊണ്ടാണ് ഞാൻ ഹറാം ചെയ്യാത്തത്. പിന്നെ ഹിബ്ബി എന്റെ പ്രേമഭാജനമായ വമുർശിദി എന്റെ വഴികാട്ടിയുമായ റസൂലുള്ളാഹ്. എന്തുകൊണ്ടാണ് എനിക്കിതോ ഈ ബർക്കത്ത് കിട്ടിയത്? ബിസിർദി ഞാൻ ചെയ്തത് കൊണ്ട് ലഹു നബിക്ക് അൽ അംദാഹ മദ്ഹുകൾ ചമച്ചതുകൊണ്ട് മാത്രം. ബിസിർദി ലഹുൽ അംദാഹ ഞാൻ റസൂലുള്ളാഹിക്ക് മദ്ഹ് ചമച്ചതുകൊണ്ട് എനിക്ക് ഹറാം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അങ്ങനെ ഖദ് സിർതു ഫായിസാ ഞാൻ ജയിച്ചവനായി തീർന്നു. ഖദ് സിർതു ഞാൻ തീർച്ചയായും തീർന്നിട്ടുണ്ട്. ഫായിസൻ ജയിച്ചവൻ, ജയിച്ചവനാണ്. എന്ന് ജയിച്ചവൻ അല്ലാഹു റസൂൽ വന്ന് പറയും നിങ്ങൾ ജയിച്ചവനാണ്, നീ ജയിച്ചവനാണ്, നീ ജയിച്ചവനാണ്. മുസ്തഫ നബി എന്നെ വന്ന് പറയും, റസൂല വന്ന് പറയും, റസൂല ജയിച്ചവനാന്ന് പറയും, ജയിച്ചവനോ റസൂൽ തന്നെ വന്ന് പറയും നീ ജയിച്ചവനാണ്, നീ ജയിച്ചവനാണ്, നീ ജയിച്ചവനാണ്. അല്ലാ അല്ലാ അല്ലാ. എന്നോട് ഇന്നലെ ഒരാൾ പറഞ്ഞു, ഇന്നലെ ഇതൊക്കെ വലിയ പാഠമുണ്ട്. ഒരു പെരുന്നാളിന്, ഒരു വലിയ പെരുന്നാളിന് എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു നമുക്കിങ്ങനെ നാട് കാണാൻ പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തലേന്ന് നേരം വെളുക്കുന്നവരെ ഉറങ്ങാതെ തെക്ബീർ ചൊല്ലിയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു സംഘം ആളുകളുണ്ട്. ഞങ്ങൾ പെരുന്നാളിൻ്റെ മാസം കണ്ടു കഴിഞ്ഞാൽ തെക്ബീറില്ല. വലിയ നാൾ ചെല്ലുന്ന നാൾ എനിക്കറിയില്ല കേട്ടോ പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ തെക്ബീർ ചൊല്ലി നേരം വെളുക്കുന്നവരെ തെക്ബീർ അങ്ങനെ ചൊല്ലിയിട്ട് നേരം വെളുക്കുന്നവരെ തെക്ബീർ ചൊല്ലി നിസ്കരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ പള്ളിയിൽ പോയി നിസ്കരിച്ചു, എല്ലാം കഴിഞ്ഞു. പിന്നെ എൻ്റെ ചങ്ങാതി എന്നോട് പറഞ്ഞു നമുക്ക് നാട് കാണാൻ പോവുക. അപ്പോൾ ഞാൻ ബാല്യകാലം, എൻ്റെ 18 വയസ്സാണ്. അപ്പോൾ അന്ന് കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ കയറി പോയി. അങ്ങനെ പോയി, രണ്ടാൾ പോയി ഒരു നാട്ടിൽ പോയി. അപ്പോൾ എന്തിനാ ഇവൻ അവിടെ പോകുന്നത്? ഇവൻ വ്യഭിചരിക്കാൻ പോവുക. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അവനൊരു വീട്ടിൽ പോയി, എന്നിട്ടൊരു സുന്ദരിയായ പെണ്ണിൻ്റെ അടുത്തേക്ക് പോയി. അപ്പം ഞാനവിടെ നിന്ന് ഇറങ്ങി. ഈ ഭർത്താത്തിന് ഞാൻ എന്നെ കിട്ടൂല, ഞാനില്ല, ഇനി എന്നെ കിട്ടും വിചാരിക്കണ്ട, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പാഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓനും വരുന്നു. ഇല്ല ഞാനൊന്നിനും കാട്ടിയിട്ടില്ല കേട്ടോ, ഒന്നിനും പോയിട്ടില്ല. ഞാൻ നാട്ടിൽ പോയിട്ട് പറയും, പക്ഷെ മേടിച്ച് ഞാൻ ഓനും പോകുന്നു. അന്ന് രാത്രി ഞാൻ വന്ന് കിടന്നപ്പോൾ റസൂലുള്ളാഹ് ഞാൻ സ്വപ്നം കണ്ടു. രാത്രി റസൂലുള്ളാഹ് കണ്ടു. റസൂലുള്ളാഹ് പറഞ്ഞു ഇങ്ങനെ കാണിച്ചെന്നു, നേരായ വഴിയാ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. ആ രാത്രി ഒരു പക്ക നാടൻ ഇന്നലെ എന്നോട് പറഞ്ഞതാ. ഈ നാടൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. എൻ്റെ വഴി ക്ലിയറാണ് കേട്ടോ എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹ് പറഞ്ഞു. എന്തുകൊണ്ടാണ് പറഞ്ഞ് എന്തുകൊണ്ടാണ് അത് പറഞ്ഞ്? ഒരു ഹറാമിൽ നിന്ന് ഓനോടിയപ്പോൾ ആരും ഓടി, മറ്റോനോടി. ഇപ്പം 2 ആൾ ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവൻ കാരണമായി. ആ രാത്രി ആര് വന്നു? അല്ലാഹു ഹബീബായ റസൂലുള്ളാഹ്. അതാ റസൂലുള്ളാഹ് വരും, വന്നിരിക്കും. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നേരായ വഴിക്ക് ജീവിക്കുന്നവൻ്റെ അടുത്ത് ആര് വരും? പേടിക്കണ്ട. പേടിക്കേണ്ട കുട്ടികളെ,
ഇന്ന് വരെ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. ഇജ്ജ് പേടിക്കണ്ടടാ, ഇജ്ജ് റസൂലുള്ളാഹിനെ കാണും, പേടിക്കണ്ട. ചിലർ കാണാൻ നേരെ പോയിക്കണം. റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരിക്കും, റസൂലുള്ളാഹിക്ക് ഇഷ്ടമായിരിക്കും. ചില ആളുകൾ പറയും എനിക്ക് അത്രയും റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല, ഇഷ്ടമായിരിക്കും റസൂലുള്ളാഹി. ഇജ്ജ് ഒന്നും കൂടി ഉഷാറാകൻ. ഇജ്ജ് സ്വപ്നം കണ്ടാൽ പിന്നെ അന്ന് മുതൽ ഇജ്ജ് നന്നായി എന്ന് വിചാരിക്കും. അപ്പോൾ ജി എന്താ വിചാരിക്കുക? റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലെങ്കിൽ, റസൂലുള്ളാഹിനെ കാണാനുള്ള സ്വലാത്തൊക്കെ ചൊല്ലിക്കടന്നു, റസൂലുള്ളാഹിനെ കണ്ടില്ല. അപ്പോൾ ഇജ്ജ് എന്താ വിചാരിക്കുക? ഞാൻ ഇനിയും നന്നാകാണ്ടായിരിക്കും. പിന്നെ ഇജ്ജ് നന്നാക്കാൻ നോക്കും. അപ്പോൾ നീ റസൂലുള്ളാഹിനെ മുഖറബാവും. ഈ അവസാന ശ്വാസത്തിൽ മരിക്കാൻ കിടക്കുമ്പോൾ റസൂലുള്ളാഹി വരും. അല്ലെങ്കിൽ എന്നെ ഖബറിൽ കൊണ്ടുവച്ചാൽ അവിടെ റസൂലുള്ളാഹി വരും, ഉറപ്പ് വരും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഉറക്കപ്പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ റസൂലുള്ളാഹിനെ കാണുമെന്ന് വിചാരിച്ചിട്ട് കാണൂല. എൻ്റെ ദേശത്തിലല്ല, ഇജ്ജ് നാശാക്കാതിരിക്കാനാ. ഇജ്ജ് കണ്ടാൽ അപ്പ പറയും. എന്ത് പുറത്ത് പറയണ്ട. എന്ത് ഞാൻ കഴിഞ്ഞ റജബ് 1 ഞാൻ കണ്ടു. കുഞ്ഞറമ്മിനോട് പറയും. പിന്നെ അവറാൻകുട്ടി വരുമ്പോഴും തന്നെ പറയും, ഇജ്ജ് പുറത്ത് പറയണ്ട. കഴിഞ്ഞ റജബിനെ റജബ് കാത്തുത്തിർക്ക. റജബ് 1 കഴിഞ്ഞ പോലെ ഞാൻ ഇവനെ സ്വപ്നം കണ്ടിരിക്കണം. ഇജ്ജാരോട് പറയണ്ട കേട്ടോ. പിന്നെ പെണ്ണുങ്ങളോട് പറയും. ഓളെ അയൽവാസിൻ്റെ അവിടെ ബേലിപ്പറ്റിൽ സ്നേഹമതിലിൻ്റെ അവിടെ നിൽക്കുമ്പോൾ മറ്റേ പെരിയിലെ പെണ്ണ് പുറത്ത് പറയണ്ട. മൂപ്പര് ഇടക്കിടക്ക് ഒരു വട്ടം കണ്ട് ഓള് പിന്നെ ഇടക്കിടക്കും കൂടി അവിടെ കൂട്ടും. ചെറിയൊരു ചില്ലക്ഷരല്ലേ അതൊക്കെ കൂട്ടാലോ. മൂപ്പര് ഇടക്കിടക്ക് സ്വപ്നം കാണും. അത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ 4 പേരെ കഴിഞ്ഞാൽ പിന്നെ എന്താ, മൂപ്പര് കണ്ണടച്ചാൽ സുധാരണ സ്വപ്നം കാണും. അവിടേക്കെത്തും. അതിന് നല്ല എന്താണ് പറ കാണാതിരിക്കുക. കാണാതിരിക്കുക. റസൂലുള്ളാഹി നമ്മളെ കാണുക, റസൂലുള്ളാഹി നമ്മളെ കാണുക. انظرنا يا رسول الله بنظرة لا يشقى بعدها لا يشقى عبد بعدها أبدا. ده الدعاء. انظرنا يا رسول الله بنظرة لا يشقى عبد بعدها أبدا. ده الدعاء. നബിയെ ഞങ്ങളൊന്ന് നോക്കി, ബിനളറത്തിൻ ഒരു നോട്ടം കൊണ്ട് നോക്കി. ലാ യഷ്കാ അബ്ദുൻ ഒരു അടിമയും ദോഷിയാവൂല ബഅദഹ നിങ്ങളെ നോട്ടത്തിന് ശേഷം അബദൻ ഒരു കാലത്തും. ഏത് വെച്ചാൽ അത് ദുആയാണ്, ഹദീസല്ല കേട്ടോ, ഒരു ദുആയാണ്. മഹാന്മാരുടെ ദുആൻ്റെ കൂട്ടത്തിലുള്ള ദുആയാണ്. ഞാൻ ആ ദുആ കണ്ടിട്ടുണ്ട്. മഹാന്മാരെ ദുആയിൽപ്പെട്ട ദുആയാണ്. ഉൻളുർനാ നബിയെ നിങ്ങൾ ഞങ്ങളൊന്ന് നോക്കണം. ബിനളറത്തിൻ ഒരു ഒറ്റ നോട്ടം കൊണ്ട്. ലാ യഷ്കാ അബ്ദുൻ ഒരു അടിമയും ദോഷിയാവൂല ബഅദഹ അങ്ങ് നോക്കിയതിന് ശേഷം അബദൻ ഒരു കാലത്തും ഒരിക്കലും. അങ്ങനെ ഒന്ന് ഞങ്ങൾ നോക്കി നബിയെ. നമ്മൾ നബിനെ കണ്ടില്ല, നബി നമ്മളെ കണ്ട. നബിനെ നന്നാക്കേണ്ട കണ്ണല്ലല്ലേ നമ്മളെ കണ്ണ്. നമ്മളെ നന്നാക്കേണ്ട കണ്ണ് ആരെടുത്താള്? അപ്പം നമ്മൾ നബിയെ കണ്ട ചിലപ്പോൾ അന്ന് നമ്മൾ നാശാവും. നബി നമ്മളെ കണ്ടാൽ മതി. മനസ്സിലായില്ലേ? പഠിച്ചോളി പഠിക്കി. കുറെ വരി പഠിക്കലല്ല, ഇത് പഠിക്കി. റസൂലില്ലാഹി ഹിബ്ബി വ മുർഷിദി ബിസർദി ലഹുൽ അംദാഹ ഖദ് സിർതു ഫായിസാ എന്ന് റസൂലുള്ളാഹിയുടെ ബർക്കത്ത് കൊണ്ട് ബിസർദി ലഹുൽ അംദാഹ ഖദ് സിർതു ഫായിസാ. റസൂലുള്ളാഹി വന്ന് പറയും, എല്ലാ രാത്രിയും വന്ന് പറയാലോ ഇങ്ങനത്തെ ആളുകളോട്, കുട്ടിയെ ഇജ്ജ് നല്ലോനാണ്, ജനലോനാണ്. ആര് പറയും? ഹബീബ റസൂലുള്ളാഹി പറയും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവരോട് പറഞ്ഞാൽ ഒരു നാശാവില്ല, നമ്മളോട് പറഞ്ഞാൽ നാശാവും. അശറത്തുൽ മുബശ്ശറ എന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും കൂടുതൽ. അതിൽപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന് പരലോകം ഓർത്ത് കരിയല്ലാതെ നേരല്ല. നമ്മളോട് അശറത്തുൽ മുബശ്ശറയിൽ നമ്മളെ പെടുത്തിയാലോ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടതിൽ കുഞ്ഞാനും കുഞ്ഞിമാനും അബ്ദുറഹ്മാനും ഷമീറും റഹ്മത്തുള്ളയും എല്ലാം കൂടി ഉണ്ടായി കഴിഞ്ഞാൽ എന്താവും? പിന്നെ പള്ളിക്കൊക്കെ തന്നെ കയറില്ല. പിന്നെ ഉണ്ടാക്കണം ഇതിനൊക്കെ ഒരു കണക്കുണ്ടാവില്ല. കാരണം ജാരിൽപ്പെട്ടു. അശറത്തുൽ ബശറല്ലേ, സന്തോഷ വാർത്ത സ്വർഗം കൊണ്ട് അറിയിക്കപ്പെട്ട ആളായതുകൊണ്ട് ഇനിയും സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട വിത്തനായിരിക്കും അത്. പിന്നെ ആ വിത്തനം ഭയങ്കര വിത്തനായിരിക്കും. എന്ത് മൂപ്പരാരാ? മൂപ്പരൊന്നും അത് വിത്തനല്ല. മൂപ്പരാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളല്ലേ. മൂപ്പരങ്ങനെ വിത്തുണ്ടാക്കൂ? മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പൊ നമ്മളൊക്കെ റസൂലുള്ളാഹിനെ കാണാതക്കലാണല്ലേ, പുറത്തു പറയണ്ട.
എന്തുകൊണ്ട്? കണ്ട അന്ന് നമ്മൾ നാടാകെ നോട്ടീസ് അടിക്കും. ഇല്ലെങ്കിൽ ഞാൻ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ മതി. അന്നെ പെണ്ണുങ്ങളോട് പറഞ്ഞാൽ പിന്നെ ബേജാറാകണ്ട. 840 കോടി ജനങ്ങൾ പറഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. അതാണ് അതിന്റെ കണക്ക്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇപ്പൊ ഇവിടെ നമ്മളെ റസൂലുള്ളാഹിന്റെ സ്വപ്നം കണ്ടിട്ടില്ല. ഇജ് ബേജാറാകണ്ടടാ. ഇജ് എന്ത് ചെയ്യാ? ഇജ് അമിലമാ ഔജബല്ലാഹു അലൈക നിന്റെ മേൽ അള്ളാഹു വാജിബാക്കിയത് ചെയ്യുന്നുണ്ട്, ഹറാമാക്കിയത് ഒഴിവാക്കുന്നുണ്ട്. അപ്പൊ ഇജ് ആരാളാണ്? റസൂലുള്ളാഹിന്റെ ആളാണ്. റസൂലുള്ളാഹി എന്നെ നോക്കുന്നുണ്ട്. ഇജ് റസൂലുള്ളാഹിനെ നോക്കേണ്ട ആവശ്യം ഇല്ല. ഇജ് പിന്നെ ദോഷിയാകാത്തത് ഇടയ്ക്കിടെ കാര്യം നോക്കണോണ്ടാണ്. നോക്കൊണ്ടാണ്. അള്ളാഹു തആല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. റസൂലുള്ളാഹി നമ്മളെ നോക്കണുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ പേക്കും. അള്ളാഹു തആല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇങ്ങോട്ട് നോക്ക്. بسردي له الحمداء قد صرت فائزا عليه صلاة الله ثم سلامه بأن هزم الأعداء وممسى وبارزا عليه നബിയുടെ മേൽ ഉണ്ടാവട്ടെ സ്വലാത്തുള്ളാഹി തുമ്മ സലാമു ബിഹാ. ആ സ്വലാത്ത് കൊണ്ട് ഇൻഹസമൽ അഅദാ, ഏത് ശത്രുവും പിന്തിരിഞ്ഞോടും. സ്വലാത്ത് ചെല്ലേണ്ട വിധത്തിൽ സ്വലാത്ത് ചെല്ലിയാൽ ഏത് ശത്രുവും പിന്തിരിഞ്ഞോടും. വമൻ ഒരാളും പിന്തിരിഞ്ഞോടും. സാ, നിനക്കെതിരെ ചീത്ത ചെയ്തവൻ. വബാറസ, നിന്നോട് എതിരിടാൻ വന്നവനും. സാന്ന് മാത്രം ആക്കിയതാണ് കവിത ആയതുകൊണ്ട്. വാവ് ബാറസയിലേക്കാണ്. വമിൻ സാ, അവിടെ സാന്നാക്കി. അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു ബിഅൻ ഹസമൽ അഅദാ വമൻ സാ വബാറസാ ബിഹാ. ആ സ്വലാത്ത് കൊണ്ട് ഇൻഹസമൽ അഅദാ, ഏത് ശത്രുവും പിന്തിരിഞ്ഞോടേണ്ടി വരും. വമൻ, ഒരാളും പിന്തിരിഞ്ഞോടേണ്ടി വരും. സാ, എനിക്കെതിരെ ചീത്ത ചെയ്തവനും. വബാറസ, എന്നോട് എതിരിടാൻ വന്നവനുമെല്ലാം പിന്തിരിഞ്ഞോടേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹ് അങ്ങനെ സ്വലാത്തിലേക്കോ നബിയെ പ്രേമിച്ച് സ്വലാത്തില്ല, നിന്നോട് എതിരിടാൻ ഒരാൾക്ക് കഴിയില്ല. പിന്നെ അലൈഹി സ്വലാത്തുല്ലാഹി ثم سلامه تصيب بها من الله مني والمبارزا. അലൈഹി നബിയുടെ മേൽ ഉണ്ടാട്ടെ സ്വലാത്തുല്ലാഹി ثم سلامه تصيب بها. ആ സ്വലാത്ത് കൊണ്ട് അപകടത്തിൽപ്പെടും. മൻ, ഒരാൾ അമനി, അവൻ എന്നെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വലാത്ത് ചൊല്ലിയാൽ മതി. എന്നെ ആക്രമിച്ചവൻ അത് കാരണം അപകടത്തിൽപ്പെടും. അല്ലാഹ്, എന്തുകൊണ്ട് ഞാൻ ആ ജാതി സ്വലാത്ത് ഓൻ അപകടത്തിൽപ്പെടാൻ വേണ്ടി ഞാൻ സ്വലാത്ത് ചൊല്ലിയല്ല. ഞാൻ യഥാർത്ഥ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ എന്നെ ആക്രമിച്ചവൻ അപകടത്തിൽപ്പെടും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആ കുരുത്തക്കേട് അത് കുരുത്തക്കേടാണ്. മനസ്സിലായില്ലേ? ഒരു കാര്യം പഴയ കാലത്ത് പഴമക്കാരുണ്ടല്ലോ, എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്താൽ വേഗം, വലിയവരോട് ചെയ്താൽ വേഗം പോയിട്ട് കുരുത്തപ്പെടിക്കുന്ന അറിയും. എന്തുകൊണ്ട്? അവർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആളുകളായിരിക്കും. കുരുത്തക്കേട് വാങ്ങിയാൽ കഴിഞ്ഞു എൻ്റെ കട. മനസ്സിലായില്ലേ? ചിന്തിക്കണം. നോക്കാൻ അല്ലാതെ ഇവർ കുരുത്തക്കേട് കൊടുക്കാൻ നടക്കില്ല. പക്ഷെ അവരെ സ്വലാത്ത് കൊണ്ട് ആരൊക്കെ അവരോട് ആക്രമിക്കാൻ വന്നോ അവർ അപകടത്തിൽപ്പെടും. ഒരു മുബാരിസ, എതിരിടാൻ വന്നവരും. ബാറസന്റെ മറ്റൊരു വാക്കാണ് ഇത്. അലൈഹി സ്വലാത്തുല്ലാഹി തുമ്മ സലാമു തുസീബു ബിഹാ മൻ ലാ മനി വൽ മുബാരിസ. തുസീബു ബിഹാ, ആ സ്വലാത്ത് കൊണ്ട് അപകടത്തിൽപ്പെടും. മൻ, ഒരാൾ. ലാമനി, എന്നെ ആക്രമിച്ചവരൊക്കെ അതിൽ അപകടത്തിൽപ്പെടും. എന്നെ ആക്രമിക്കാൻ നടക്കണ്ട, ഞാൻ റസൂലുള്ളാഹിന്റെ ആളാണ്. അലൈഹി സ്വലാത്തുല്ലാഹി തുമ്മ സലാമുഹു ബിഹാ യുസ്തഫാ മൻ ജാബ നഹ്ബിൽ മഫായിസ്മിസാ. നല്ലോണം കണ്ണ് തുറന്ന് കേട്ടോ. അലൈഹി, ആ നബിയുടെ മേൽ സലാത്തും സലാം ഉണ്ടാവട്ടെ. ബിഹ, ആ സലാത്ത് കൊണ്ട് യുസ്തഫ, ശുദ്ധീകരിക്കപ്പെടും. മൻ, ഒരാൾ. ജാബ, അയാൾ മുറിച്ചു കടന്നു. നഹ്വി, എൻ്റെ നേർക്ക്. അൽ മഫാവിസ, ദിക്കുകളെയും ദൂരങ്ങളെയും, കഷ്ടതയുള്ള ദിക്കുകളെയും ദൂരങ്ങളെയും അവൻ മുറിച്ചു കടന്നു. നഹ്വി, എൻ്റെ നേർക്ക്. അപ്പോൾ ഒരാൾ എൻ്റെ നേർക്ക് വരികയാണ് എങ്കിൽ അവൻ ശുദ്ധീകരിക്കപ്പെടും. എന്തുകൊണ്ട്? ഞാൻ റസൂലുള്ളാഹിന്റെ ആളാണ്. ഔലിയാക്കന്മാരെ വർത്താനാണ്. മനസ്സിലായി? എൻ്റെ കൈ പിടിച്ചവൻ പരാജയപ്പെടൂല എന്ന് മൊയ്തീൻ ശൈഖ് പറഞ്ഞതുപോലത്തെ വർത്താനങ്ങളാണ് ഇതൊക്കെ.
എൻ്റെ നേർക്കൊരാൾ യാത്ര ചെയ്ത് അവൻ രക്ഷപ്പെടും. കാരണം ഞാൻ ആരുടെ ആളാ? റസൂലുള്ളാഹിൻ്റെ ആളാ. അങ്ങനെയല്ലേ? ഉറപ്പല്ലേ? അതൊക്കെ ഉറപ്പാണല്ലോ. അതൊക്കെ ഉറപ്പാണ്. ഒരാൾ സ്വാലിഹായ മനുഷ്യനെ കാണാൻ പോയാൽ അവന് ദോഷം അല്ലാഹു തആല പുറത്തു കൊടുക്കും. അവന് മലക്കുകൾ അല്ലാഹു തആല ചിറക് താഴ്ത്തി കൊടുക്കും. സ്വാലിഹിനെ ഇത് 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ സ്വാലിഹ്യങ്ങൾപ്പെട്ട സ്വാലിഹാണ് ഈ കാണുന്നത്. റളിയല്ലാഹു അൻഹു. അല്ലാഹ് അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമു ബിഹാ യുസ്തഫ മൻ ജാബ നഹ്വിൽ മഫാബിസാ. അലിയ നബിയുടെ മേൽ സ്വലാത്തുല്ലാഹി അലൈഹി സുമ്മ സലാമുഹു, സലാം ഉണ്ടാവട്ടെ. ബിഹാ, ആ സ്വലാത്ത് കൊണ്ട് മൻ യുസ്തഫ ശുദ്ധീകരിക്കപ്പെടും. ആ സ്വലാത്ത് കൊണ്ട് ശുദ്ധീകരിക്കപ്പെടും. ആ സ്വലാത്ത് കൊണ്ട് ശുദ്ധീകരിക്കപ്പെടും. അവരുടെ മകളുടെ ഭർത്താവാണ് മിനിഞ്ഞാന്ന് വഫാത്തായി പോയ താഹിർ ഉസ്മാൻ ബൂച്ചി എന്ന മകൻ. വലിയ ആളാ. അവർ ഇന്നലെ അവരുടെ മയ്യത്തിസ്കാരം നടന്നിട്ടുണ്ട്. ജനലക്ഷങ്ങളാണ് മയ്യത്തിസ്കരിച്ച്. ജനലക്ഷങ്ങൾ. ആഫ്രിക്ക കണ്ട അത്ഭുതമാണ് ഇന്നലെ അവരെ മയ്യത്തിസ്കാരം നടന്നു. മിനിഞ്ഞാന്ന് അവർ മരിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ മരിച്ചു. ഇവരുടെ മരുമകൻ, അതായത് കൗലഹി തങ്ങളെ മരുമകൻ മരിച്ചു. അവർക്ക് 100ഓളം വയസ്സുണ്ട് മരിക്കുമ്പോൾ. അവരെ മുരീദുമാണ്, കൗലഹി തങ്ങളെ മുരീദാണ്. അവർ മിഞ്ഞാന്ന് മരിച്ചിട്ട് മയ്യത്ത് നിസ്കരിച്ചത് ജനലക്ഷങ്ങളാണ്. ജനലക്ഷങ്ങൾ നിസ്കരിച്ചു ആഫ്രിക്കയിൽ. അല്ലാ, അപ്പം അങ്ങനത്തെ ഈ മനുഷ്യൻ, അപ്പം അവരൊക്കെ എത്രയോ മേലെയാണ് ഇബ്രാഹിം നിയാസ് കൗലഹി തങ്ങൾ. അല്ലാഹു തആല ലോകാവസാനത്തിൽ അല്ലാഹു തആല അങ്ങനത്തെ മനുഷ്യന്മാരെ തരും. അപ്പം ആ മനുഷ്യന്മാരെ നമ്മൾ മറക്കരുത്. അവരൊപ്പം നടന്നാൽ നമ്മൾ പരാജയപ്പെടില്ല, പേടിക്കണ്ട. അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമു ബിഹാ യുസ്തഫ മൻ ജാബ. ബിഹാ, സ്വലാത്ത് കൊണ്ട് യുസ്തഫ ശുദ്ധീകരിക്കപ്പെടും മൻ ഒരാളെ, സ്ഫുടം ചെയ്യപ്പെടും മൻ ഒരാളെ, ജാബ അയാൾ മുറിച്ചു കടന്നു, നഹ്വി എൻ്റെ നേർക്ക്, അൽ മഫാവിസ ദൂരങ്ങളെ. അപ്പൊ എൻ്റെ നേർക്ക് ദൂരം മുറിച്ചു കടന്നു വന്നവൻ എവിടുന്ന് എന്നെ തേടി വന്നാലും അയാൾ അത് കാരണം ശുദ്ധീകരിക്കപ്പെടും. പിന്നെ അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു മഅല്ലാലി വല്ല സ്വഹാബി മാതും തുഹാജിസാ. അലിയാ നബിയുടെ മേലുണ്ടായിട്ട് സ്വലാത്തുല്ലാഹി സുമ്മ സലാം മഅല്ലാലി, അവിടുത്തെ ആലിനും വല്ല സ്വഹാബിനും കൂടെയായ നിലയിൽ, മാതും തുഹാജിസാ, ഞാൻ അശക്തനാകുന്ന കാലത്തോളം ഞാൻ അശക്തനാണ് എന്നും. ആ ശക്തനാരാ? റസൂലുള്ളാഹ്. ഞാൻ ആളിലേക്ക് ഞാൻ എൻ്റെ വൽപ്പത്തരങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വലിയ ആളെന്ന് വിചാരിക്കണ്ട. ഞാനാരാ? ഞാൻ അശക്തനാ. ഞാൻ എന്നും അശക്തനാ. ഞാൻ ഒരു ശക്തനിലേക്ക് ചേർന്നിട്ടുണ്ട്. അതാരാ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മാതും ഞാനാകുന്ന കാലത്തോളം ആജിസൻ, ഞാൻ അശക്തനാകുന്ന കാലം അത്രയും അല്ലാഹു റസൂലിന് സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ. ഞാൻ എന്നാ അശക്തനാകുക? ഞാൻ എന്നും അശക്തനാവും. അപ്പോൾ റസൂലുള്ളാഹിക്ക് എന്നും സ്വലാത്തും സലാമും ഉണ്ടാവട്ടെ എന്നർത്ഥം. ഞാൻ എന്താ ശക്തൻ? ഞാൻ ശക്തൻ തന്നെ. പിന്നെ ഞാൻ എങ്ങനെ ശക്തനായത്? സ്വല്ലാനെ ചേർച്ച് നിന്നു. അങ്ങനെയാണ്. അല്ലെങ്കിൽ അശക്തൻ തന്നെയാണ്. അങ്ങനെയാണ്. ഒരു പന്ത് ദുർബലമാണ്, അതിലേക്ക് കാറ്റാൻ കയറുമ്പോൾ അത് ശക്തമായി. എന്തോ അങ്ങനെയല്ലേ? നിന്നിലൂടെ രക്തം നടക്കുമ്പോൾ നീ ശക്തനായി, ഇല്ലെങ്കിലോ നീ അശക്തനാണ്. കൈ ഇങ്ങോട്ട് എടുത്താൽ മരിച്ചവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കും. അശക്തനാണ്. എപ്പോഴാണ് ശക്തനായത്? രക്തം നടക്കുന്നു, എന്നിലൂടെ റസൂലുള്ളാഹിന്റെ മഹബത്ത് നടക്കുന്നതോട് ശക്തനായതാണ്. സ്വയമേവ ഞാൻ ആരാണ്? താനും അശക്തനാണ്. പിന്നെ അലൈഹി സ്വലാത്തുല്ലാഹി സുമ്മ സലാമുഹു മഅല്ലാലി വല്ല സ്വഹാബി മാതും തുഹാജിസാ. ആദ്യം മുതലൊന്ന് ചൊല്ലിക്കളി. റഖീതു ദുറൽ അർഫാനി ജിബ്തുൽ മഫാവിസാ ഇലൽ ഹളറത്തിൽ ഉലിയാ വലിൽ ഫൈലി ഹൈസാ بحب رسول الله أحمد سيدي وصرت إلى المحبوب نلت الجوائز فإنده شل أقطاب في كل مشهد بمشهد عين الذات وسط المراكز وأطوي لمن قد حبني كل مهمه إلى الحضرة العليا ولو كنت رامزا
وصانا إلهي نفسي الدهر لا أرى أميل إلى ما أليس في الشرع جائزا بأمني رسول الله حبي ومرشدي بسردي له الأمداح قد صرت فائزا عليه صلاة الله ثم سلامه بأن هزم الأعداء ومن ساوى بارزا عليه صلاة الله ثم سلامه تصيب بها من الله مني والمبارزا عليه صلاة الله ثم سلامه بها يصطفى من جاب نهب المفاوزا عليه صلاة الله ثم سلامه مع الآل والأصحاب ما دمت عاجزا طلع البدر علينا يأتي الوداع وجب شكره علينا لله أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داعي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ നമ്മളെയൊക്കെ ആക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ താഴത്തിലാക്കി തരട്ടെ. പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല പരിഹരിച്ച് തരട്ടെ.